ഒരു സോഡ് ഫാമിലി. ഭൂമിയുടെ പകുതി ശക്തിയും അവരുടെ കയ്യിലാണ്. അവർ റൂൺ കാൻഡിൽ ഫാമിലി എന്നറിയപ്പെടുന്നു. ഈ ഫാമിലിയിൽ ജനിക്കുന്ന ഓരോരുത്തരുടെയും ശക്തിയും ടാലന്റും സ്കില്ലും മികച്ചതാണ്. അവർ ഈ ഭൂമിയിൽ കൊണ്ടുവന്നതാണ് യുദ്ധം, ജയം, അതുപോലെ ഭയം. ഈ 3 കാര്യങ്ങളാണ് ഈ ഫാമിലിയിൽ പ്രധാനം. ഈ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. ഞാനാണ് ജിൻ, റൂൺ ഫാമിലിയിലെ യങ്ങസ്റ്റ് സൺ. സെലക്ഷൻ സെറിമണിയിലാണ് കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ എഴുതുന്നത്. എന്നാൽ ഞാൻ അവിടെ തിരഞ്ഞെടുത്തത് ഫസ്റ്റ് ഫാമിലി ഹെഡിന്റെ സോഡാണ്. എന്റെ ഫാദർ അങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞു, നീ ഞാൻ കരുതിയ സോഡ് തന്നെയാണ് ചൂസ് ചെയ്തത് എന്ന്. ഞാൻ കരുതിയത് ഞാൻ ഫ്യൂച്ചറിൽ പ്രശസ്തനായ ഒരു സോർട്സ്മാൻ ആവുമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എന്റെ പക്കൽ സോർട്സ്മാൻഷിപ്പിനുള്ള ടാലന്റ് ഇല്ലായിരുന്നു. മറ്റുള്ളവർ അവനെ അത് പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ തുടങ്ങി. റൂൺ ഫാമിലിയിലെ അപമാനം, റൂൺ ഫാമിലിയിലെ യൂസ്ലെസ് ഫെലോ എന്നിങ്ങനെ പലരും അവനെ പലതും വിളിച്ചു. അവനെ പലരും റൂൺ ഫാമിലിയിലെ മണ്ടൻ എന്ന് വിളിച്ചു. അവൻ ഇപ്പോഴും വുഡൻ സോഡ് വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവനെ പലരും കളിയാക്കി. പെട്ടെന്നൊരു ദിവസം അവന്റെ 2 സഹോദരങ്ങൾ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന അടുത്തോട്ട് വന്നു. ജിൻ, നീ ഇപ്പോഴും ആ സാധാരണ മരവടി കൊണ്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോഴാണ് അവന്റെ 2ാം സഹോദരൻ പറയുന്നത്, അല്ല ജിൻ, നിന്റെ സ്പെഷ്യൽ സോഡ എവിടെടാ? ആദ്യ സഹോദരൻ പറഞ്ഞു, സ്പെഷ്യൽ സോഡ് പോയിട്ട് അവൻ ആദ്യം സാധാ സോഡ് പിടിക്കാൻ പഠിക്കട്ടെ. ഇത് കേട്ടതും ജിൻ അങ്ങോട്ട് ഇല്ലാതായി പോയി. അവന്റെ സഹോദരൻ അവന്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, നീ എന്താടാ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞ് അവനെ ശക്തമായി നടിച്ചു. ആടിയിൽ ജിൻ അങ്ങ് വീണുപോയി. സഹോദരൻ പറഞ്ഞു, ഇവൻ ഇത്രത്തോളം വീക്കായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല. ജിൻ അവന്റെ വുഡൻ സൂട്ട് എടുക്കാൻ പോയപ്പോൾ തന്നെ അവന്റെ കൈയിനിട്ട് അവന്റെ ഏട്ടൻ ചവിട്ടി. ജിൻ അവരെ എതിർത്ത് സംസാരിക്കാൻ നിൽക്കാൻ തയ്യാറായില്ല. ഇതെന്താ ബേസിക് സോർട്സ്മാൻ തിയറി? നീ എന്താ കരുതി ബേസിക് തിയറി പഠിച്ചുകൊണ്ട് നിനക്ക് സോഡ് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്? അതും പറഞ്ഞുകൊണ്ട് അവന്റെ സഹോദരൻ അവന്റെ വുഡൻ സോഡ് പൊട്ടിച്ചു കളഞ്ഞു. സഹോദരൻ പറഞ്ഞു, ശക്തിയില്ലാത്തവർക്ക് ഇവിടെ അവസരമില്ല എന്ന്. എന്നാൽ ജിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏട്ടാ ചെയ്യല്ലേ ബ്രദർ, പ്ലീസ് അത് ചെയ്യരുത് ബ്രദർ എന്ന് പറഞ്ഞിട്ടും അവനത് കേൾക്കാതെ പൊട്ടിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ അവൻ്റെ സോർട്സ്മാൻ തിയറി എഴുതിയ ബുക്കും അവർ കീറിക്കളഞ്ഞു. നിങ്ങളത് എന്ത് ധൈര്യത്തിന് പുറത്താണ് നിങ്ങൾ എൻ്റെ ബുക്കും സോഡും നശിപ്പിച്ചു കളഞ്ഞത്? എന്താണ് നായ നീ ഇപ്പോൾ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഈ ഏട്ടൻ അവൻ്റെ മുടി പിടിച്ച് അവനെ നിലത്തിട്ട് വലിച്ച്. അവൻ്റെ മറ്റു സഹോദരൻ ചോദിച്ചു, നിന്റെ നാനിനെ ഇതാണോ പഠിപ്പിച്ചേ? നിങ്ങൾ അവളെ ഇതിലേക്ക് വലിച്ചിടരുത്. അപ്പൊ നീ ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ കരുതിയിട്ടില്ലല്ലേ? എൻ്റെ സഹോദരങ്ങളുടെ തുടരെയുള്ള ഉപദ്രവം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുന്നതും എല്ലാവരും ഞാൻ നശിപ്പിക്കാനാണ്. എന്നെ ഒറ്റക്ക് ടൈലറി എന്നെ തീർക്കാനാണ് ഇവിടെ കരുതിയിരിക്കുന്നത്. അങ്ങനെ ആ ദിവസം ആഗതമായി എന്നെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അതിലെനിക്ക് ഗിൽറ്റിയോ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എനിക്കൊരു നരകമായിരുന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ യാത്ര തിരിച്ചു, എവിടേക്കാന്നില്ലാതെ. അന്നായിരുന്നു ഞാൻ ആദ്യമായി എൻ്റെ മാസ്റ്ററിനെ കണ്ട ദിവസം. എൻ്റെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ ദിവസം. പക്ഷേ അത് സ്പോർട്സ്മാൻഷിപ്പ് അല്ല, പകരം മാജിക് ആയിരുന്നു. ഫാമിലിയിൽ മാജിക് ഫോർബിഡൻ ആയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം നാച്ചുറൽ തന്നെ മാനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണക്റ്റ് ആക്കാൻ സാധിച്ചാൽ അത് നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. പെട്ടെന്നായിരുന്നു അവനെ കൂര അന്ധകാരത്തിലേക്ക് ഒരിരുട്ട് അവനെ വലിച്ചെടുത്തത്. അവൻ ആ ശബ്ദം കേട്ടു. ജിൻ ചോദിച്ചു, ആരാണ് നീ? ഞാനാണ് സോൾറെഡ്, എല്ലാ ഷാഡോസിൻ്റെയും ദൈവം. ജിൻ റൂൺ കാൻഡിൽ, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീയുമായി ഒരു കോൺട്രാക്ട് വെക്കാനാണ്. നീ ഞാനുമായി ഒരു കോൺട്രാക്ട് വെച്ചാൽ നിനക്ക് എൻ്റെ ഷാഡോന്റെ പവർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിന്റെ ദേഹത്തുള്ള എല്ലാ കേസും അതോടുകൂടി ഇല്ലാതാകും. നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല, നിന്റെ ഉള്ളിൽ വലിയൊരു കേസ് തന്നെയുണ്ട്. കണ്ടിട്ട് തോന്നുന്നത് ആ കേസ് നിന്റെ സോഡ് ടാലന്റ് ഫുള്ളായി സീൽ ചെയ്തത് മാതിരിയാ. ജിൻ പറഞ്ഞു, എന്ത് കേസോ? ഗോഡ് ഓഫ് ഷാഡോ പറഞ്ഞു, അതെ, വെറും ഒരു കേസ് അല്ല, അത് ബ്ലഡ് ഡെലൂഷൻ ആണ്. പക്ഷേ ഗോഡ് ഓഫ് ഷാഡോന്റെ ഒറ്റ സ്നാപ്പിലാണ് ആ എൻ്റെ സീല് തന്നെ പൊട്ടിപ്പോയത്. ഇനി തൊട്ട് നിന്നെ ഒരു കേസിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജിൻ, ചിലപ്പോൾ നീയായിരിക്കും ഈ ലോകത്തിൽ സോർട്സ്മാൻഷിപ്പും അതുപോലെ മാജിക്കും രണ്ടും ഒപ്പം യൂസ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി. അതെ, ഇനി തൊട്ട് ജിന്നിന് അവൻ്റെ സോഡ് ഉപയോഗിക്കാൻ സാധിക്കും. അവൻ്റെ സോഡ് എടുത്ത് പുറത്തോട്ട് പോയി അത് ട്രെയിൻ ചെയ്തപ്പോൾ അവന് മനസ്സിലായത്
യഥാർത്ഥത്തിലുള്ള ആ ശക്തി എന്താണെന്ന്. അവൻ ഓരോ തവണ അവൻ്റെ സോഡ് വീശുമ്പോഴും അതിൽ നിന്ന് പുറപ്പെടുന്ന മാന എന്ന് പറയുന്നത് അതിശക്തമായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സോഡ് ഔറ. പക്ഷേ അവൻ അതിനോടൊപ്പം തന്നെ മാജിക്കും ഉപയോഗിക്കുന്നു. ഭൂമിയിൽ സോഡും അതുപോലെ തന്നെ മാജിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ജിൻ റൺ കാൻഡിൽ. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻ ട്രെയിൻ ചെയ്തത് കുറച്ചു പേർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് അസോസിയേഷൻ നെയ്റ്റ്സ്. ആ നെയ്റ്റ്സ് എല്ലാവരും കൂടി അവനെ അടിച്ച് കൊല്ലാനാക്കിയിട്ടു. അവൻ മരണവെപ്രാളത്തിൽ പറയുകയാണ്, മാസ്റ്റർ സോൾറിഡ്, നിങ്ങളെവിടെ? എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. ഞാൻ എല്ലാം നേടിയെന്ന് കരുതിയപ്പോഴാണ് ഈ മരണം എന്നെ തേടി വന്നത്. എൻ്റെ സോഡ് പവറും മാജിക്കും രണ്ടും ഇപ്പോൾ എനിക്ക് നഷ്ടമായി.